ഹായ് ഓൾ, എല്ലാവർക്കും LGS ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഡെയിലി ഇടുന്ന 10 കറൻറ്റ് അഫെയർ ക്വസ്റ്റ്യനാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. എല്ലാ ദിവസത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കാണാറുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഡെയിലി 10 ക്വസ്റ്റ്യൻസ് വീതമാണ് ഇടുന്നത്. 10 ക്വസ്റ്റ്യൻസ് എഴുതി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: കേരളത്തിൽ ആദായ നികുതി വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി നിയമിതയായ ആദ്യ വനിത? ഉത്തരം ശശികല നായർ. ചോദ്യം എന്താണ്? കേരളത്തിൽ ആദായ നികുതി വകുപ്പിന്റെ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി നിയമിതയായ ആദ്യ വനിത ആരാണ്? ശശികല നായർ. അടുത്ത ചോദ്യം: മുൻകൂട്ടി പണം നിക്ഷേപിച്ച് ടോൾ ബൂത്തുകളിൽ കൂടി കടന്നു പോകുന്നതിനുള്ള സംവിധാനത്തിന് പറയുന്ന പേരെന്ത്? ഉത്തരം ഫാസ്ടാഗ്. അടുത്ത ചോദ്യം: നിലവിലെ കേരള ലോകായുക്ത? ഉത്തരം ജസ്റ്റിസ് സിറിയക് ജോസഫ്. നിലവിലെ കേരള ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ്. അടുത്ത ചോദ്യം: നിലവിലെ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ? ഉത്തരം തുഷാർ മേത്ത. നിലവിലെ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത. ഒരുപാട് പേരുടെ പേര് പഠിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ദിവസവും നിങ്ങൾ പഠിച്ചു പോവുക കേട്ടോ. അടുത്ത ചോദ്യം: ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചുമായി ചേർന്ന് ഭാരത് ബയോടെക് പുറത്തിറങ്ങാൻ പരീക്ഷണം ആരംഭിച്ച COVID-19 വാക്സിന് നൽകിയ പേര്? ഉത്തരം കോവാക്സിൻ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചുമായി ചേർന്ന് ഭാരത് ബയോടെക് പുറത്തിറക്കുവാൻ പരീക്ഷണം ആരംഭിച്ച COVID-19 വാക്സിന് നൽകിയ പേര് കോവാക്സിൻ. അടുത്ത ചോദ്യം: ജമ്മു കാശ്മീർ പുനഃസംഘടന ബില്ലിന്റെ ഭാഗമായി റദ്ദാക്കപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ? ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ലിന്റെ ഭാഗമായി റദ്ദാക്കപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 370 ആർട്ടിക്കിൾ 35A. ഏതൊക്കെയായിരുന്നു? ആർട്ടിക്കിൾ 370, ആർട്ടിക്കിൾ 35A. അടുത്ത ചോദ്യം: COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായി ഇന്ത്യക്ക് $3 മില്യൺ ധനസഹായം അനുവദിച്ച സ്ഥാപനം? ഉത്തരം ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായി ഇന്ത്യക്ക് $3 മില്യൺ ധനസഹായം അനുവദിച്ച സ്ഥാപനം ഏതാണ്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. COVID-19 ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, അപ്പം അതെല്ലാം കവർ ചെയ്ത് പോവാം കേട്ടോ. അടുത്ത ചോദ്യം: പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2020 ചാമ്പ്യൻഷിപ്പ് വേദി? ഭുവനേശ്വർ. പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ്, പേരിന് മാറ്റമുണ്ട്. പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ആണ്, ഖേലോ ഇന്ത്യ ഗെയിംസ് അല്ല. പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2020 ചാമ്പ്യൻഷിപ്പ് വേദി ഭുവനേശ്വർ. 2020 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ? മഹാരാഷ്ട്ര. ഇത് വേറെയാണ്. നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2020 ചാമ്പ്യൻഷിപ്പ് വേദി ഭുവനേശ്വർ. അടുത്ത ചോദ്യം: 2020 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ? മഹാരാഷ്ട്ര. 2020 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് കേരളം. വിജയി ആരായിരുന്നു? മഹാരാഷ്ട്രയായിരുന്നു. എന്നാൽ അതിൽ അത്ലറ്റിക്സിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് കേരളമാണ്. ലാസ്റ്റ് ചോദ്യം: പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2020 ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ? പഞ്ചാബ് യൂണിവേഴ്സിറ്റി. രണ്ടും വേറെ ആട്ടോ, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസും ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസും. ഓക്കെ, അപ്പോൾ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ആദ്യം നടന്നത് 2020 വേദി ഭുവനേശ്വരും, ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കറണ്ട് അഫെയർ ഞാൻ ഇടുന്നത്. ഇപ്പോൾ 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിന് പ്രകാരമുള്ള ക്ലാസ്സുകൾ നമ്മൾ പലതും ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കാണുക കേട്ടോ. താങ്ക് യു.